പുറപ്പാട് പുസ്തകം 27 അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കട്ടെ. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുൻപാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഇസ്രായേലിൻ്റെ ദേവാലയത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ എന്തെല്ലാം ആയിരിക്കണം, എങ്ങനെയൊക്കെ അത് പണിയണം, എന്തെല്ലാമാണ് അവിടുത്തെ ഉപകരണങ്ങൾ, അതിൻ്റെ പ്രത്യേകതയൊക്കെ പറയുമ്പോൾ വിളക്കിനെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ് ഞാൻ വായിച്ചത്. അവിടെ 20 വാക്യത്തിൽ വ്യക്തമാക്കുന്നു, വിളക്ക് നിരന്തരം കത്തണം. അതെ, ആത്മീയമായ അർത്ഥം പ്രാർത്ഥനാ ജീവിതം ഒരു വ്യക്തിയുടെ, കാരണം പുതിയ നിയമത്തിൻ്റെ ഭാഷയിലേക്ക് വരുമ്പോൾ അവിടെ കൈപ്പണിയായിട്ടുള്ള ആരാധനാലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലുമാണ് ദൈവം വസിക്കുന്നത്. ഹൃദയമാണ് ദേവാലയം. അപ്പോൾ ആ ദേവാലയത്തിൽ വിളക്ക് നിരന്തരം കത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്മീയമായ ഒരർത്ഥം പ്രാർത്ഥനാ ജീവിതമാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എല്ലാ കാലത്തും. പ്രത്യേകിച്ച് അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം മുതൽ പ്രഭാതം വരെ വിളക്ക് കത്തിയിരിക്കണമെന്ന് നിർബന്ധമാണ്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇരുട്ട് പരക്കുന്ന സമയമാണ്. അതെ, ലോകപ്രകാരമുള്ള സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ട് ഭൂമിയിലേക്ക് വീഴുന്നു. ആ സന്ദർഭത്തിൽ ദേവാലയത്തിൽ അതെ ഇരുട്ടിൻ്റെ ലാഞ്ചന പോലും വരാതെ വിധത്തിൽ നിരന്തരമായി വിളക്ക് കത്തിച്ചിരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുള് വീഴുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലും അത്തരമൊരു അനുഭവത്തിലേക്ക് ഒരു ഭക്തൻ്റെ ജീവിതം വരരുത്. അന്ധകാര പർവ്വതങ്ങളിൽ ആരുടെയും കാൽ തട്ടി വീഴുവാനിടയായി തീരരുത്. അതിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം. അപ്പോൾ തന്നെ നോക്കുക, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഹൃദയത്തിൽ നിന്നും വിശുദ്ധമായ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയ്ക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ വീഴ്ചകളോ കുറവുകളോ ബലഹീനതകളോ അപരാധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നിരന്തരമായി ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഒരു ഭക്തൻ കടപ്പെട്ട വ്യക്തിയാണ്. ഇത് മാത്രമല്ല, വൈകുന്നേരം മുതൽ പ്രഭാതം വരെ അത് നിരന്തരമായി ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ പോലും ഇരുള് വീഴുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇരുള് വീഴുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ തലമുറകളിൽ ഇരുള് വീഴുവാൻ അനുവദിക്കരുത്. നിങ്ങളായിരിക്കുന്ന സഭയിൽ ഇരുള് വീഴുവാൻ അനുവദിക്കരുത്. നിങ്ങളെ നയിക്കുന്ന ദൈവദാസന്മാർ അവരുടെ ജീവിതത്തിലേക്ക് ഇരുള് വീഴുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ദേശത്ത് ഇരുള് വീഴുവാൻ നിങ്ങൾ അനുവദിക്കരുത്. വിളക്കിന് ഒറ്റ ജോലിയേ ഉള്ളൂ, പ്രകാശം കൊടുക്കുക. പക്ഷേ നോക്കുക, കേവലം പ്രകാശം മാത്രമല്ല, ശുദ്ധമായ ഇടിച്ചെടുത്ത നല്ല തെളിവുള്ള ഒലിവെണ്ണ എന്ന് പറയുമ്പോൾ ശുദ്ധ ഹൃദയത്തോടെ, ലോകത്ത് ആരും ഒരു പക്ഷേ അതിന് വില കൊടുക്കണമെന്നില്ല, പക്ഷേ ദൈവം അതിന് മാനിക്കും, ദൈവം അതിന് വില കൊടുക്കും, ദൈവം അതിനെ തീർച്ചയായും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒരു തീരുമാനം ജീവിതത്തിലെടുക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തോട് താല്പര്യവും ദൈവിക വഴികളിൽ ജീവിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്നു, ശുദ്ധ ഹൃദയത്തോട് നിരന്തരമായി പ്രാർത്ഥിപ്പാൻ, നിരന്തരമായി വിളക്ക് കത്തിക്കണമെന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും പറ്റുമ്പോഴൊക്കെ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ശുദ്ധ ഹൃദയത്തോട് പ്രാർത്ഥിപ്പാൻ. ഇരുള് പരക്കുന്നത് കണ്ടിട്ട് എല്ലായിടത്തും ഇരുളാണ്, ഞാൻ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് ഒളിച്ചിരിക്കുകയല്ല, മാറി നിൽക്കുകയല്ല.
അതെ, ഒരു മിന്നാമിനുങ്ങിൻ്റെ നറുങ്ങുവെട്ടത്തിന് പോലും, അല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ ആ ചെറിയ വെട്ടത്തിന് പോലും വലിയ അന്ധകാര പർവ്വതങ്ങളെ കീഴടക്കുവാൻ സാധിക്കുമെങ്കിൽ, കാരണം ആ ചെറിയ മിന്നാമിനുങ്ങിൻ്റെ ചെറിയ പ്രകാശത്തിന് മുമ്പിൽ ഇരുട്ട് കീഴടങ്ങുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ തിരിയാണെങ്കിലും കെട്ടുപോകാതെ പ്രാർത്ഥനാ ജീവിതം നാം നയിക്കുന്നെങ്കിൽ ഇരുളിന് ദേശത്തെ കീഴടക്കാൻ പറ്റില്ല, കുടുംബങ്ങളെ കീഴടക്കാൻ പറ്റില്ല, സമൂഹത്തെ കീഴടക്കാൻ പറ്റില്ല. എത്ര വലിയ ഇരുട്ടാണെങ്കിലും പ്രകാശത്തിൻ്റെ മുമ്പിൽ ഇരുൾ ഓടിപ്പോകേണ്ടി വരും. നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, ശുദ്ധ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു, അഥവാ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഹൃദയശുദ്ധി തിരികെ പിടിച്ചുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ.